സിനിമാ സംവിധായകൻ ആഷിഖ് അബു വ്യാപാരികളെ കബളിപ്പിക്കുന്നതായി പരാതി. വിലങ്ങാട് നടന്ന ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയുടെ സെറ്റിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച കച്ചവടക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സിനിമയിലെ അണിയറ പ്രവർത്തകർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയ വകയിൽ വിലങ്ങാട്ടെ വ്യാപാരികൾക്ക് നൽകാനുള്ളത് ലക്ഷങ്ങളാണ്. ഈ ജനുവരിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചുവെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് വിലങ്ങാട് എന്ന സ്ഥലത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് വരികയും അജസുന്ദരി ദ ഗോട്ട് എന്ന സിനിമ ഷൂട്ടിംഗ് വരികയും അവര് ഞങ്ങളുടെ കടയിൽ നിന്ന് ചിക്കനും മട്ടനും എല്ലാം വാങ്ങിപ്പോവുകയും വേറെ കടകളിൽ നിന്ന് പച്ചക്കറി അങ്ങനെയുള്ള പാല് എല്ലാ സാധനങ്ങളും വാങ്ങിപ്പോവുകയും അതിന് ഭീമമായ ഒരു പൈസ ആഷിഖ് അബു സംവിധാനം ചെയ്യുകയും ജോജി ജോർജ് അഭിനയിക്കുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു. അവര് എനിക്ക് തന്നെ ഒരു 1,00,000 ചില്ലുവാൻ രൂപ ബാലൻസ് വെക്കുകയും ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തുകൊണ്ടുപോയ സാജിദ് വടകര എന്ന് പറയുന്ന മൂപ്പര് അവരുടെ കൂട്ടത്തിലുള്ള ആരെ ബന്ധപ്പെട്ടാലും ഫോൺ എടുക്കാണ്ടിരിക്കുകയും 4 മാസമായിട്ട് പൈസ ബാലൻസ് ആണ്. എന്റെ വ്യാപാരം തന്നെ കൂട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഞാൻ വന്നുവിട്ടിരിക്കുന്നത്. അനഘ ഹർഷനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനഘ, നമ്മുടെ നാട്ടിലെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന നന്മമരമാണ് ഈ ആഷിഖ് അബുവും റീമ കല്ലിങ്കലും ഒക്കെ. പക്ഷേ ഇവരുടെ തനിക്കുണം എന്താണെന്ന് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്. അതായത് പ്രളയത്തിൻ്റെ പേരിൽ പാവപ്പെട്ടവന് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ആളുകളാണ് ഇവർ. ആ വിഷയത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന വകയിൽ ആ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരുടെ ഒക്കെ പൈസ തട്ടിയിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും അത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണോ വ്യാപാരികൾ പറയുന്നത്? ഗൗതം, ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് വിലങ്ങാട് പോലെ ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമപ്രദേശമാണ് ഈ പ്രദേശത്ത് ആഷിഖ് അബു സംവിധാനം ചെയ്ത, ആഷിഖ് അബു അഭിനയിച്ച ഈ അജസുന്ദരി ദ ഗോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നത്. ഈ ചിത്രീകരണ വേളയിലാണ് ഈ ആഷിഖ് അബു അടങ്ങുന്ന ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർ ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള 4 കച്ചവടക്കാരെ ബന്ധപ്പെടുന്നു. അതായത് ബെന്നി ജോസഫ്, തോമസ്, മനോജ്, ജോർജ്, ഇങ്ങനെ 4 കച്ചവടക്കാരെ ബന്ധപ്പെടുന്നു. ഈ സെറ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു തരണമെന്ന് ഇവരോട് പറയുന്നു. സിനിമാക്കാരാണ്, പ്രത്യേകിച്ച് ആഷിഖ് അബുവിനെ പോലുള്ള ഒരാൾ അടങ്ങുന്ന ഒരു സിനിമ പ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പാണ് എന്നൊക്കെ ആ പാവങ്ങൾ കണ്ണടച്ച് ഇവരെ വിശ്വസിക്കുന്നു. ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ആൾ ഈ സിനിമയിലെ പ്രവർത്തകർക്ക് ആവശ്യമായ ചിക്കൻ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുന്നു. ഈ തോമസും ജോർജും ഒക്കെ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ സിനിമാ സെറ്റിലേക്ക് എത്തിച്ചു നൽകുന്നു. അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് ഇവർ ഈ സ്ഥലത്ത് നിന്ന് മടങ്ങുന്നു. അപ്പോഴും ഈ 4 പേരും ഈ സിനിമാ പ്രവർത്തകരോട്, ആഷിഖ് അബുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്, തങ്ങളുടെ പണം തങ്ങൾക്ക് വേണം, കാരണം അത്രയധികം ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വാക്കാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് മടങ്ങുന്നു. അതായത് നിങ്ങളുടെ പണം കൃത്യമായി നാളെയോ മറ്റന്നാളോ തരുമെന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്. പണത്തിന് വേണ്ടി ഇവർ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോണ് പോലും എടുക്കാതെ, പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഈ കച്ചവടക്കാരായിട്ടുള്ള ഈ ബെന്നി ജോസഫ് ഒരു കിഡ്നി മാറ്റിവെച്ച ആളാണ്. ഈ തോമസ് എന്ന് പറയുന്ന ആൾ ക്യാൻസർ രോഗിയാണ്. ഇവർക്കൊക്കെ 1 ലക്ഷവും 1.5 ലക്ഷവും 1/2 ലക്ഷം രൂപയും ഒക്കെ ഈ ആഷിഖ് അബു അടങ്ങുന്ന ഈ സിനിമാ പ്രവർത്തകർ നൽകാനുണ്ട് എന്നുള്ളതാണ്. ദിവസം കിട്ടുന്ന ജോലി കൂലി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള 4 പേരാണ്. അവരുടെ കുടുംബത്തെയാണ് ഈ സിനിമാക്കാർ ഇപ്പോൾ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 4 പേരും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നുണ്ട്. അപ്പോൾ പോലും ഇവർ സിനിമാ പ്രവർത്തകരെ വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും ഇവരുടെ പണം എപ്പോൾ കൊടുക്കുമെന്നുള്ളൊരു മറുപടി അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മനുഷ്യാവകാശത്തിനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാക്ക് പറഞ്ഞുകൊണ്ട് വലിയ സംസാരമൊക്കെ നടത്തുന്ന ആളാണ് ആഷിഖ് അബു. അങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഇവരൊക്കെ വെറും പ്രഹസനം മാത്രമാണ് എന്നാണ് ഇത്തരക്കാരെ പറ്റിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗൗതം.